അമ്മുവിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. എനിക്ക് റിസപ്ഷനിൽ പോകാമല്ലോ എന്ന് കരുതിയിട്ട് ബസ് പിടിച്ച് പോയതാണ്. ബസ്സിൽ എനിക്ക് കിട്ടിയ സീറ്റ് ഒത്തിരി സീറ്റ് ഉണ്ടെങ്കിലും എനിക്ക് കിട്ടിയ ഡിഫറൻറ്റിയബിലിറ്റി സീറ്റായിരുന്നു. ഇത് ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. സാധാരണ എല്ലാവരും നേരെ നോക്കിയിരിക്കുമ്പം ഞാൻ മാത്രമേ ഇടത്തോട്ട് നോക്കിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരെയും ബാക്കിയുള്ള കാഴ്ചകളും എനിക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം. ബസ് ഇറങ്ങിയതിന് ശേഷം ഒരു ഇയർഫോൺ, ഒരു ഹെഡ്സെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു മൊബൈൽ കടയിൽ പോയി. നല്ലൊരു കടയായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹെഡ്സെറ്റ് വാങ്ങി. ജയകൃഷ്ണൻ എന്നെ കൊണ്ട് പോയ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഇതുവരെയും കാണാത്തൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. പാർക്ക് ചെയ്തതിന് ശേഷം അപ്പുറത്തുള്ള വേറൊരു സ്ഥലത്തൂടെ പോയി. എനിക്ക് ആദ്യത്തെ ഭാഗം എക്സൈറ്റ്മെൻ്റ് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഈ സ്റ്റെയറൊക്കെ കയറി ഞങ്ങൾ മുകളിൽ പോയി ഒന്ന് താഴോട്ട് നോക്കി ഒരു മെട്രോ സ്റ്റേഷൻ പോലെ തോന്നുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇത് കുറച്ച് രസമുള്ളൊരു ഏർപ്പാടായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ നോക്കിയ സമയത്ത് ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫേസ് വരുന്നത്. താഴേക്ക് പോകുന്ന സമയത്താണ് കുറച്ച് ഞെട്ടിപ്പോയത്. ഒരുപാട് ആളുകൾ ഇരിക്കുന്നു. പരശുരാമനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുള്ളപ്പോൾ തന്നെ ഞങ്ങൾക്ക് ടെൻഷനായി തുടങ്ങി. ട്രെയിൻ തിരക്കാരും എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരാണെന്ന് നോക്കി 2 പോലീസുകാർ. CRPF ആണെങ്കിലും അവർ നമ്മുടെ കൂടെ ഇരിക്കുന്ന നല്ല രസമുള്ള കാഴ്ചയല്ലേ. ട്രെയിനിൽ കയറി പറഞ്ഞ പോലെ ഭയങ്കര തിരക്ക്. ഞങ്ങൾ ബർത്തിലാണ് സ്ഥലം പിടിച്ചത്. ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഞാൻ ബർത്തിൻ്റെ മുകളിലിരിക്കുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ ജയകൃഷ്ണനും ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഈ കൊല്ലം വരെ ഇങ്ങനെ ഇരുന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഫാൻ്റെ അവസ്ഥ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ ഫാൻ്റെ കാറ്റടിച്ചിരിക്കുന്ന കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ആസ്മ വരുമെന്ന്? ഭയങ്കര പൊടിയാണ്. ഫാൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും ഉപാധി ഉണ്ടായിരുന്നു നന്നായിരുന്നു. ആ ചേട്ടൻ്റെ സൈഡിലോട്ട് കാലെടുത്ത് ചോദിച്ചിട്ടാണ് വെച്ചത്. കാരണം വെറുതെ ഒറ്റ ഇരിപ്പിരുന്നിട്ട് കാലൊക്കെ മരവിക്കാൻ തുടങ്ങി. ഇവിടെ ഈ അലാറത്തിൻ്റെ അവിടെ ഈ കണ്ണ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സൈൻ ലാംഗ്വേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതവർക്ക് വായിക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എഴുന്നേറ്റ് തൊട്ട് നോക്കി മനസ്സിലാക്കാനുള്ള രീതി അതങ്ങനെ പറ്റുമോ? മണ്ടോത്തുരുത്ത് കഴിഞ്ഞ സമയത്ത് ശാസ്താംകോട്ടക്കായൽ കാണാൻ വേണ്ടി പോയതാണ്. അവിടെ വാതുക്കൽ ആളുള്ളത് കാരണം എനിക്ക് കൃത്യമായിട്ടുള്ള വ്യൂ കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ ശാസ്താംകോട്ടക്കായൽ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. കാരണം ആ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് കൊല്ലം ജംഗ്ഷൻ വരുന്നത്. പിന്നെ പരശുരാമൻ അവിടെ സ്റ്റോപ്പുള്ളൂ. വന്ന് പ്രിപ്പയർഡ് ആയതാണ്. സജ്ജമായിട്ടിരിക്കുകയാണ്. കാരണം കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആൾ കയറുകയും ചെയ്യും, ഇവിടുന്ന് ആൾക്കാർ ഇറങ്ങുകയും ചെയ്യണം. അങ്ങനെ ആ കനത്ത ഇറക്കം ഞങ്ങൾ ഇറങ്ങി. ഈ ട്രെയിൻ ഇറങ്ങുന്ന ഒരു വലിയ പ്രശ്നം പിടിച്ചൊരു പരിപാടിയാണ്. അവിടെ ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്, ഒരുപാട് ആൾക്കാർ ഇറങ്ങാനുമുണ്ട്. അങ്ങനെ കൊല്ലം ജംഗ്ഷനിൽ കുറേ, എനിക്ക് തോന്നുന്നു 1-2 വട്ടമേ ഞാൻ കൊല്ലത്തേക്കായിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ കുറേ കാലം കൂടിയിട്ട് കൊല്ലം ജംഗ്ഷനിൽ വരുന്നതാണ്. നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് ജയകൃഷ്ണൻ്റെ ഒരു ഫ്രണ്ടിനെയും കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പൂയിപ്പള്ളി അതിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് വളരെ ക്വൈറ്റ് ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബസ്സിൽ. എൻ്റെ അപ്പുറത്തിരുന്ന ചേട്ടനോട് ഞാനിങ്ങനെ എവിടെയാണ് ചേട്ടാ ഈ പൂയിപ്പള്ളി, ഞങ്ങൾക്കറിയില്ല ഈ സ്ഥലത്തേക്ക് പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വണ്ടിയിൽ പോവാണ്. കുഴപ്പമില്ല, നല്ലൊരു യാത്രയായിരുന്നു. കല്യാണ റിസപ്ഷൻ്റെ അവിടെ ചെന്നപ്പോൾ അമ്മ വളരെ സുന്ദരിയായിട്ട് നിൽക്കുന്നു. അതുല്യ അവിടെ ഉണ്ടായിരുന്നു. ബോത്ത് വെയർ ടു ഗോർജിയസ് ഇൻ ദെയർ ഡ്രസ് ആൻഡ് ഭയങ്കര രസമുണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കുശലമൊക്കെ പറഞ്ഞു വളരെ എക്സൈറ്റഡ് ആയിരുന്നു അമ്മ. ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളിങ്ങനെ നമസ്കാരമൊക്കെ തന്ന് സ്വീകരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിരുന്ന ബുഫേ ആയിരുന്നു. ജയകൃഷ്ണനും അമ്മവും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക, വലിയ വലിയ കാര്യങ്ങൾ. നല്ലൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ചേട്ടനെയും ചേച്ചിയെല്ലാം ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഈ പറയുന്ന പോലെ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് തിരക്കിലായിരുന്നു. ഞാനും അതുല്യ ഇരുന്ന് സംസാരിച്ച്, ഞങ്ങൾ അല്ലെങ്കിലും പണ്ടേ സിസ്റ്റേഴ്സ് ആണല്ലോ. അപ്പോൾ കുറേ കാലം കൂടി അതുല്യക്ക് ഞാൻ ഇങ്ങനെ ആഹാരം കൊടുത്തുള്ളത് ജയകൃഷ്ണൻ്റെ ഇടയ്ക്ക് ഓരോ കോമഡികൾ കാണിക്കുന്നു. അപ്പം ഞാൻ അതുല്യക്ക് ഒരു ഉരുള അതുല്യക്ക് കൊടുത്തു. അതുല്യ അത് വളരെ സന്തോഷമായിട്ട് കഴിച്ചു. ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു ഉരുളയൊക്കെ വാരി കൊടുക്കുക, അതിനുള്ള സ്നേഹം പങ്കിടുക. ഓരോരുത്തരുടെ പ്ലേറ്റ് കണ്ടാൽ യുദ്ധം സഹിതമായിട്ടുള്ള അന്തരീക്ഷമാണ്. ജയകൃഷ്ണൻ ഇടിയപ്പം, പപ്പടം, ചിക്കൻ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുല്യൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആഹാരം അമ്മു കഴിച്ചു. അമ്മു വളരെ ഞങ്ങളുടെ കൂടെ കഴിക്കേണ്ടിയ പേർക്ക് എന്തോ കഴിച്ചു എന്നേ ഉള്ളൂ. ഞാനും ഈ പറയുന്ന പോലെ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. എനിക്ക് വയ്യ കഴിക്കാനായിട്ട്. അമ്മുവിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. ജയകൃഷ്ണൻ ഒരു ഐസ്ക്രീം കൊണ്ടുവന്നു, ഞാനൊരു ഐസ്ക്രീം കൊണ്ടുവന്നു. അതിനുശേഷം അതുല്യ അമ്മുവിനെ വിട്ട് എക്സ്ട്രാ ഐസ്ക്രീം മേടിപ്പിച്ചു. ഏകദേശം 9:30 കൂടിയിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ബസ് കയറാൻ വേണ്ടി വെക്കുമായിരുന്നു. ബസ് വരുന്നില്ല, ഭയങ്കര ടെൻഷൻ, വളരെ ഇരുട്ടായിട്ടുള്ള അന്തരീക്ഷം. ഞങ്ങളിങ്ങനെ ബസ് കാത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ബസ് കാത്തിരുന്ന സമയത്ത് ബസ് വന്നു, ഒരു KSRTC ബസ്. അതിൽ പാഞ്ഞ് ഓടിപ്പിടിച്ച് കയറി.
അങ്ങനെ ആരുമില്ലാത്തൊരു ബസ്സിൽ ഞാനും ജയകൃഷ്ണനും എല്ലാം കൂടെ തിരിച്ച് ബാക്ക് ടു കോട്ടയം നോക്കുമായിരുന്നു. ഭയങ്കര തണുപ്പായ സമയത്ത് എനിക്ക് നമ്മുടെ മായ ചേച്ചി വന്നിട്ടുള്ള ഒരു സ്കാർഫ് ഉണ്ടായിരുന്നു. ആ സ്കാർഫ് എടുത്ത് കെട്ടിപ്പൊതിഞ്ഞ് ചെവിയിൽ കാറ്റടിക്കാതെ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഫോൺ എടുത്തു, പാട്ട് കേട്ടു, അങ്ങനെയൊക്കെ തന്നെ നിന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി കേട്ടോ. ഞങ്ങൾ വന്ന ട്രെയിൻ രാജ്യറാണി, അതിൽ കയറി വന്നു. അതിലും തിരക്ക് വളരെ കുറവായിരുന്നു. ഏകദേശം നട്ടപ്പാതിരേക്കുള്ള ട്രെയിനല്ലേ. ആ ട്രെയിനിൽ വന്ന് കോട്ടയത്ത് ഇറങ്ങി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ കോട്ടയം സ്റ്റേഷൻ്റെ ഒരു പുതിയ അവസ്ഥ? ഇതാണ് കോട്ടയം സ്റ്റേഷൻ്റെ മറ്റൊരു ഫേസ്. നോക്കൂ, എന്ത് രസമാണെന്ന് നോക്കൂ. ഇതെങ്ങനെ ഇത് പണിതെന്നുള്ളതാണ് അതിശയം. പക്ഷേ ഇവിടെ അധികം ആൾക്കാർ വരുന്ന കാണുന്നില്ല. ഇതാണ് അവിടുത്തെ സ്റ്റെയറുണ്ട്, സ്റ്റെപ്പുകളുണ്ട്, പിന്നെ അങ്ങോട്ട് പോകുന്ന ടിക്കറ്റ് കൗണ്ടറുണ്ട്, കുറേ സ്റ്റാഫുകളുണ്ട്, പേ ആൻഡ് പാർക്ക് ഉണ്ട്, ക്ലോക്ക് റൂമുണ്ട്. ഇതെല്ലാം ഈ ഭാഗത്താണുള്ളത്. പക്ഷേ സ്വതവേ ആൾക്കാർ ഇങ്ങോട്ട് അങ്ങനെ വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പേ ആൻഡ് പാർക്കിൽ ചെന്ന് വണ്ടി എടുത്തു. ഞാനും ജയകൃഷ്ണൻ തിരിച്ച് കോട്ടയത്തേക്ക് വന്നു. എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി ജയകൃഷ്ണൻ പോയി. അവിടുത്തെ കല്യാണ വീട്ടിലെ കുറിച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെ തീർന്നു ഒരു ദിവസം. ഒരു കല്യാണത്തിൻ്റെ പേരിൽ ഒരു ദിവസം പോയി.